നാളായിട്ട് സാറിനെ കാണുന്നില്ലല്ലോ, ആ കൃഷ്ണേന്ദ്രനെയും കാണുന്നില്ല. എന്താ പറ്റിയെന്നൊന്നും അറിഞ്ഞൂടല്ലോ. ഇവിടെ സഞ്ജന, നീ എന്താ എവിടെ നിൽക്കുന്നേ? വാ, ലഞ്ച് കഴിക്കാം. വരുവാടി. ഇത് ആ കൃഷ്ണേന്ദ്രല്ലേ? നീ എവിടെ ആയിരുന്നു കുറച്ചു നാൾ? അത് നിന്നോട് പറയുന്നത് എന്തിനാ? അത് എന്താ നിന്നോട് ചോദിച്ചാൽ മറുപടി പറയാൻ പാടില്ലേ? അതാ ഞാൻ നിന്നോട് ചോദിച്ചത്, നീ അറിയേണ്ട ആവശ്യമുണ്ടോന്ന്. എടീ, നിനക്ക് എന്താ? സഞ്ജന പ്ലീസ്, എനിക്ക് ഒന്നാമത് നല്ല പ്രോബ്ലംസ് ഉണ്ട്. താനായിട്ട് നെക്സ്റ്റ് പ്രോബ്ലം ഉണ്ടാക്കാതെ. മാത്രമല്ല, എനിക്ക് തന്നോട് വഴക്കിടണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെ വെറുതെ വിട്, പ്ലീസ്. ഇതൊക്കെ എന്താ? ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തേലും ആയിക്കോട്ടെ. കൃഷ്ണേന്ദു, തന്നെ ഒരാൾ വിളിക്കുന്നു. ലൈബ്രറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ആരാ അത്? ആരാന്നറിയില്ല, സീനിയർ ആരോ ആ. ഞാൻ പൊക്കോളാം. നിങ്ങളോ? താനെന്താ എന്റെ കോൾ എടുക്കാത്തെ? ഒരു വട്ടം പോലും എടുത്തില്ലല്ലോ. എടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. കിച്ചു, താൻ ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ. പിന്നെ ഞാൻ എന്താ നിങ്ങളെ പോയിട്ട് പൂജിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് എന്റെ മെസ്സേജ് എങ്കിലും എടുത്ത് നോക്കും. എനിക്കതിന്റെ ആവശ്യമില്ല. കിച്ചു, താൻ ഇങ്ങനെയൊന്നും പറയാതെ. പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ? കിച്ചു, താൻ ഇങ്ങോട്ട് വാ. മാറ്, തുടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞേ. കിച്ചു, എന്നെ ഇനി അങ്ങനെ വിളിക്കണ്ട കൃഷ്ണേന്ദു, അങ്ങനെ വിളിച്ചാൽ മതി. താനെന്താ ഇങ്ങനെ? ശരിയാ, ഞാൻ ചെയ്ത തെറ്റാ. ബട്ട് താൻ എന്റെ സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കി കിച്ചു. പിന്നെ തന്റെ ഏട്ടനെ അത്രയധികം ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഇത് മറ്റാരോ. വേണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു ന്യായം പറച്ചിലും കേൾക്കണ്ട. ഇനി എന്നോട് ഒരു കാര്യം പറയാനും വരണ്ട. എല്ലാം തീർന്നു ഇതോടുകൂടി. എല്ലാം എന്ന് പറഞ്ഞ എല്ലാം അത്ര തന്നെ. പറഞ്ഞിട്ട് പോകിച്ചു. എന്തെല്ലാം തീർന്നു താൻ പറഞ്ഞത്? എന്നെ വീട്. കിച്ചു, നീ പറയാതെ ഞാൻ നിന്നെ വിടില്ല. എന്നെ വിടാനല്ലേ പറഞ്ഞത്? വീട്. നിന്നെ പറയാതെ ഞാൻ വിടില്ല. വിടാനല്ലേ പറഞ്ഞത്? അയ്യോ കൃഷ്ണേന്ദു, വിടവളെ. ഇയാൾ എന്തുവാണ് ഇവളെ ചെയ്തത്? അഞ്ജലി, കൃഷ്ണേന്ദു, നിനക്ക് വല്ലതും പറ്റിയോ? തന്നെ ഇങ്ങനെ വിട്ടപ്പ ശരിയാവില്ല. താൻ വലിയ റൗഡിയാണെങ്കിലും ഇത് ഞാൻ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. അയ്യോ അഞ്ജലി, നീ എന്തായി പറയുന്നേ? വേണ്ട, അതൊന്നും വേണ്ട. അയാൾക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. അങ്ങനെ പറഞ്ഞ പറ്റില്ല കൃഷ്ണേന്ദു. നീ വാ ഓഫീസിലോട്ട്. അഞ്ജലി വേണ്ട, നീ വരാനല്ല പറഞ്ഞത്. എന്താടാ, എന്ത് പറഞ്ഞ അങ്ങേര്? ലാസ്റ്റ് വാർണിംഗ് തന്നു വിട്ടു. ക്ലാസ് തീരാറായില്ലേ, അതുകൊണ്ട് മാത്രം. ഇതിനെല്ലാം കാരണം ആ കൃഷ്ണേന്ദുവാ. പിന്നെ ആ പെണ്ണിനെ കയ്യെ കയറി പിടിച്ച പിന്നെന്ത് വേണം? പിന്നെ നമ്മൾ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുത്തേയും കംപ്ലൈന്റ് പറയാൻ വന്നിട്ടില്ല. പിന്നെ അവക്ക് മാത്രം എന്താ ഇത്ര അഹങ്കാരം? അവൾ മാത്രമല്ലല്ലോ, അഞ്ജലിയില്ലേ? അവൾക്കെതിരെ ഇവൻ പറയില്ലല്ലോ. അവൾ ഇവന്റെ കസിനല്ലേ? ആ നാശം എന്റെ കസിനായി പോയി. എന്തായാലും ആ കൃഷ്ണേന്ദുവിനെ വെറുതെ വിടില്ല ഞാൻ. ഇവനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഡാ ജയ്, എന്താടാ, എന്തു പറ്റി? നിന്റെ മൈൻഡ് ഇവിടെ അല്ലല്ലോ. ഇവൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? എന്ത്? ഡാ, ഞാൻ വീട്ടിൽ പോവാം. ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. ഞാൻ പോവാം. ഓക്കേടാ, നീ പോക്കോ. ഹരികൃഷ്ണന്റെ കാര്യം എന്തായി? തീരും അവൻ റിക്കവറായി വരുവാന്ന് കേട്ടു. ഷിറ്റ്, അവനെ തീർക്കണമായിരുന്നു. എന്നാലേ എന്റെ വാശി തീരും. ഏട്ടാ, എന്തിനാ അങ്ങനെ ഒരു തീരുമാനമെടുത്ത്? ആ യൂറോപ്യൻ പാർട്ടീസ് വീണ്ടും ഒരു ഡീലിങ്ങിന് തയ്യാറായല്ലോ. അത് മാത്രമല്ല, മോളുടെ കാര്യം കൂടെ ഓർത്തപ്പോ, മോളുടെ കാര്യം അവക്കെതിരെ അവൻ കേസൊന്നും മൂവ് ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ.
അതല്ല ശ്രാവൺ. പിന്നെന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല, നീ ഇപ്പൊ അതറിയണ്ട. ഉം. ഏയ് നീ എന്താ നേരത്തെ? ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു? അത് ഏട്ടാ, എനിക്ക് നല്ല തലവേദന, ഞാനിങ്ങി പോന്നു. മോളെവിടെ? അവൾ കോളേജിലുണ്ട്. മോളെ ഒറ്റയ്ക്കാക്കി നീ ഇങ്ങി പോന്നു? നിനക്കിപ്പോ അവളെ കുറിച്ച് യാതൊരു ചിന്തയില്ലല്ലോടാ. ഏട്ടാ പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. ജയ് നീ. ശ്രാവൺ, അവൻ പോട്ടെ. ഇവനിതെന്താ പറ്റിയേ? ഹരി, ഹൗ ഡു യു ഫീൽ നൗ? ബെറ്റർ. ADGP സാർ നല്ല ദേഷ്യത്തില. പിന്നെ ഹരി ഈ സിറ്റുവേഷനിലായതുകൊണ്ട് സാർ നേരിട്ടൊന്നും പറയാഞ്ഞ്. ഹും, ഇനി എന്ത് വന്നാലും ആ സിദ്ധാർത്ഥനെയും അവന്റെ ബ്രദേഴ്സിനെയും വെറുതെ വിടുന്ന പ്രശ്നമില്ല. കിച്ചു എവിടെ? അവൾ കോളേജിൽ പോയി. ഞാൻ അവളോട് കോളേജിൽ പോകാൻ പറഞ്ഞ് അവൾക്ക് എന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. പാവം എന്റെ കിച്ചു ഒരുപാട് തളർന്നു. ഡിസ്ചാർജ് ആകുമായിരുന്നിട്ടും ഇവിടെ തന്നെ കേൾക്കുന്നത് അവളെ ഓർത്തിട്ടാ. ഞാൻ വീട്ടിൽ പോയാൽ അവൾ കോളേജിൽ പോലും പോകാതെ എന്നെ നോക്കും. അങ്ങനായാൽ അവളുടെ പഠിത്തമെല്ലാം പോകും. അത് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ. ഹരി, താനിങ്ങനെ തളരാതെ. താൻ പറഞ്ഞ കൂട്ട് കുറച്ചു നാൾ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുക. തളർന്നതല്ല അശ്വിൻ, എൻ്റെ ശരീരത്തിലെ മുറിവ് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്നവരുടെ കണ്ണു നനഞ്ഞ, അവരുടെ മനസ്സ് വിഷമിച്ച, അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ടി ജീവിക്കാൻ എൻ്റെ പെങ്ങൾ മാത്രമേ ഉള്ളൂ. ആ അവളുടെ മുന്നിലിട്ട അവരെന്നെ ഇങ്ങനെ ചെയ്തത് ഞാൻ ഇനിയും വെറുതെ ഇരിക്കില്ല അശ്വിൻ. നിന്നോട് ആര് പറഞ്ഞു സ്നേഹിക്കാൻ വേറെ ആരുമില്ല എന്ന്? ആ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അത് നീ അറിഞ്ഞിട്ടില്ലെങ്കിലോ? അങ്ങനെ ആരുണ്ടാവാൻ? എൻ്റെ ഈ ജീവനും ജീവിതവും നിങ്ങൾക്ക് മാത്രമുള്ളതാ ഹരിസ്. സഞ്ജന നിങ്ങൾക്ക് മാത്രമായി ജനിച്ച പെണ്ണ. നിങ്ങളുടേതാവാൻ എത്ര വർഷം വേണ്ടി വന്നാലും ഈ സഞ്ജന കാത്തിരിക്കും, അത് ഈ ജന്മം മുഴുവനായാലും. ബിക്കോസ് ഞാൻ എന്നേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്നു സർ. അതെ സർ, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കാണിച്ച സാറിനെ അവർക്ക് സാറിനെ ഇഷ്ടമായി എന്നാ തോന്നുന്നത്. ഈ ക്ലാസ് തുടങ്ങി നീ ഇവിടെ ഇരിക്കുമായിരുന്നു. വാ. ഹാ ഡി അഞ്ജലി, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാ. ഇന്ന് നേരത്തെ ഇറങ്ങുവാണോ? ഓക്കെ, നീ പോയിട്ട് വാ, ഞാൻ ക്ലാസ്സിൽ കയറട്ടെ, നിനക്ക് നോട്ട്സ് അയച്ചു തരാം. ശരി ഡി. ഒന്ന് നിന്നെ. ഇയാളോ? നിക്കടി അവിടെ. മാറി നിൽക്ക്, എനിക്ക് പോകണം. എവിടെ അതിർത്തി വെച്ച് പോകുന്ന നീ? നിങ്ങളോട് മാറാനല്ലേ പറഞ്ഞത്? എന്താടി, വല്ലവന്മാരും നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടോ? അതാണോ നിനക്കിത്ര ധൃതി പോകാൻ? നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. മാറി വഴിയുന്നു. മാറുന്നില്ല. നീ എന്ത് ചെയ്യും? കൂട്ടുകാരന് കിട്ടിയ കൂട്ട് നിങ്ങൾക്കും കിട്ടും, അത്ര തന്നെ. ഡീ, നീ എന്നെ എന്താ പേടിപ്പിക്കുവാന്നോടി? അവന് വേണ്ടിയും കൂടാടി ഞാൻ നിന്നെ അടുത്ത് വന്ന് കണ്ടത്. നീ അവനെതിരെ കംപ്ലൈന്റ് ചെയ്ത അവൻ പേടിച്ചു പോകുമെന്ന് വിചാരിച്ചോ? നീ കാരണമാ ഇന്ന് അവൻ മൂഡൌട്ടായി തിരിച്ചു പോയത്. അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. താൻ മാറ്. നീ എന്താടി പറഞ്ഞത്? വിട്, വിടെന്നെ, വിട്. നീ എന്താ വിചാരിച്ചേ? നിന്റെ തല്ലുകൊള്ളാൻ വീണ്ടും ഞാൻ നിന്ന് തരുമെന്നോ? നോ, നെവർ. ഇന്ന് കൊണ്ട് നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. വാടി ഇവിടെ. വിട്, വിട്, വിടെന്നെ. മിണ്ടി പോകരുത്. നീ ഇവിടെ പോവാ ജയ്? സഞ്ജുനെ വിളിക്കും. നീ പോകണ്ട, ഞാൻ പൊക്കോളാം. നിനക്ക് തലവേദനയല്ലേ? വേണ്ട, ഞാൻ പൊക്കോളാം. നീ എന്താണ് ഇവിടെ? എന്താ വന്നേ നീ? സഞ്ജുനെ വിളിക്കാൻ വന്നേ. അവനെന്ത് മനു? അവൻ ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ചു നേരമായിട്ട് കാണുന്നില്ല. ആ, അവൻ ആ കൃഷ്ണേന്ദ്രന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോ അവക്കിട്ടൊരു പണി കൊടുക്കാൻ പോയതായിരിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്.
എനിക്ക് വേണ്ടത് നിന്നെയാ. റെഡിയാണോ അതിന്? ഛേ, മാന്യമായിട്ട് സംസാരിക്കണം. എനിക്ക് ഇത്രയും മാന്യതയുള്ള കൃഷ്ണേന്ദു. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നെ ഒന്ന് വെറുതെ വിടും. എനിക്ക് പോണം പ്ലീസ്. നിന്നെ വിട്ടാ എങ്ങനെ ശരിയാവുന്നേ? പാടിയുടെ നിന്നെ വിടാനല്ല ഇവിടെ കൊണ്ടുവന്നത്. മാറ്, എന്റെ അടുത്ത് വരരുത്. ഇത്ര നേരം വെയിറ്റ് ചെയ്തു. നിന്റെ ഈ സൗന്ദര്യം എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്നു. വീടെന്നെ അടങ്ങി നിക്കടി. മാറ്. ഈ നിന്നെ നോ, വേണ്ട പ്ലീസ്. പാടി ഇവിടെ. മനു, വിടടാ അവളെ. നീ വന്നോ? ഇവളെ അവസാനം എനിക്ക് ഒറ്റയ്ക്ക് കിട്ടി. ഇവളോടുള്ള റിവഞ്ച് തീർക്കാൻ പറ്റിയ അവസരമാ. മനു, ഇവളെന്റെ പെണ്ണ. നീ ഇത്രയും നാളും പറഞ്ഞതും പിന്നെ ഇപ്പൊ നീ ചെയ്ത നെറുകീടും ഞാൻ ക്ഷമിക്കുന്നത് നിനക്ക് എൻ്റെ ഇവളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാഞ്ഞ കൊണ്ട് മാത്രമാണ്. ഇനി ഇവളെ നീ ശല്യം ചെയ്യരുത്. നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തത്. ജയ് കിച്ചു, ഐ എം സോറി. താൻ വാ. താൻ എന്ന ഫ്രഷ് ആക്. എന്നിട്ട് പോ ഹരിയുടെ അടുത്ത്. ഞാൻ പോവാ. ഒന്ന് നിന്നെ. ചെയ്ത ഉപകാരത്തിനൊക്കെ നന്ദി. ഇനി ഇങ്ങനെ ഉപകാരം ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഏട്ടാ. കിച്ചു, നീ എന്താ ലേറ്റായ? അത് പിന്നെ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നത്, അതാ. എന്താ കിച്ചു നിന്റെ മുഖം പാടിയിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഏട്ടാ പതുക്കെ. ആഹാ, ഏട്ടനും പെങ്ങളും കൂടെ നടക്കുമായിരുന്നു. അതെ അശ്വിൻ, ഞാൻ തന്നെ നടന്നോളാമെന്ന് പറഞ്ഞതാ. ഇവൾക്ക് സമ്മതിക്കുന്നില്ല. അത് പിന്നെ എവിടെയും വീണ് പോയാ? വീടില്ല ഞാൻ. നീ അതോർത്ത് പേടിക്കണ്ട. അജിൻ സാർ കയറി വാ, ഞാൻ ചായ എടുക്കാം. ഇന്ന് കിച്ചുവിന് ക്ലാസ് ഇല്ലായിരുന്നോ? ഇല്ല, ലീവാ. സെക്കൻഡ് സെം എക്സാം നെക്സ്റ്റ് വീക്ക് തുടങ്ങും. ഹരി, സിദ്ധാർത്ഥിന്റെ ഗ്യാങ്ങിന്റെ ലീഡറിനെ പിടിച്ച അവന്റെ പല പ്ലാൻസും നമുക്ക് പൊളിക്കാൻ പറ്റും. ആ വിക്രമിന്റെ കാര്യമാണ് പറയുന്നത്. യെസ്, ഞാനൊന്ന് റിക്കവറായി വരട്ടെ. അവക്ക് ഹരിയെ കണ്ടപ്പോഴുള്ള ഇളക്കം എന്തോ കാര്യമായിട്ട് അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇനി അവളുടെ അടുത്ത് എൻ്റെ പ്ലാൻസ് ഒന്നും വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ സിദ്ധാർത്ഥിനെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യണം. നീ എന്താ പറഞ്ഞു വരുന്നേ? അവളെ കല്യാണം കഴിക്കണമെന്ന് ആ സിദ്ധാർത്ഥിനോട് പറയാം. അയാളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. നീ അവളെ കെട്ടാൻ പോവാണോ? കെട്ടി കൂടെ പൊളിപ്പിക്കാനോ? എനിക്ക് ഈ വിവാഹ ജീവിതത്തോട് യാതൊരു താല്പര്യമില്ല. ഇവളോടുള്ള ക്രേസ് കഴിയുമ്പോൾ അടുത്തവൾ അത്ര തന്നെ. എന്നാ നീ അയാളോട് സംസാരിക്കേ. സർ, ആ ഹരികൃഷ്ണൻ വീണ്ടും ചാർജ് എടുത്തു. വാട്ട്? അതെ സർ, ചാർജ് എടുത്തപ്പോൾ തന്നെ എന്തൊക്കെയോ പ്ലാൻസ് എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഏട്ടാ, ഇനി എന്ത് ചെയ്യും? അവൻ മുറിവേറ്റ സിംഹമാണ്. വെറുതെ ഇരിക്കില്ല ഇനി അവൻ. അവന്റെ ഓരോ നീക്കവും ക്രൂഷ്യലായിരിക്കും. സൂക്ഷിക്കണം. ഇനിയും ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. അശ്വിൻ, എബി, കിരൺ, നമ്മുടെ സ്ക്വാഡ് കൂടുതൽ സ്ട്രോങ് ആക്കണം. ഓരോ നീക്കവും വളരെ ക്ലിയർ ആയിരിക്കണം. ഇനി നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്. യു ഗോട്ട് ഇറ്റ്? യെസ് സർ. ആൻഡ് എപ്പോഴാണെങ്കിലും അറ്റാക്കിന് റെഡി ആയിരുന്നു. യെസ് സർ. സോ ഹരി വീണ്ടും ഇറങ്ങിയ സ്ഥിതിക്ക് ഇനിയും കളി മുറുകും. ഏത് നേരവും എന്തിനും തയ്യാറായിരുന്നു. യെസ് സർ.
കൃഷ്ണേന്ദു, ഹേയ് താൻ പേടിക്കണ്ട, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. എന്താ കാര്യം? സോറി കൃഷ്ണേന്ദു, ചെയ്തതിനും പറഞ്ഞതിനുമെല്ലാം. കൃഷ്ണേന്ദു, തനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നറിയാം. എനിക്കറിയില്ലായിരുന്നു താൻ ജയിക്ക് ആരായിരുന്നെന്ന്. അവൻ ഒരു സൂചന പോലും തന്നില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വന്നത് അവൻ്റെയും തൻ്റെയും ഇടയിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. അത് എത്രയും വേഗം സോൾവ് ചെയ്യണമെന്ന് പറയാനാ. അതെനിക്ക് പറ്റില്ല. അങ്ങനെ പറയരുത് താൻ. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ കാണാൻ എനിക്ക് വയ്യ. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ ഉയിര. ഞാൻ അത്രയ്ക്ക് നല്ലവനൊന്നുമല്ല ഇത് പറയാൻ. പക്ഷേ അവൻ നശിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് പ്ലീസ്, ഇനിയും കുറച്ച് നാളോടെ ഉള്ളൂ ഞങ്ങളുടെ ക്ലാസ്. അതുകൊണ്ട് പ്ലീസ്. അത് ചെയ്യല്ലേ. ജയ്, എന്താ ഇങ്ങനെ? ഇങ്ങോട്ട് വാ. കിച്ചു, നീയോ? നിനക്ക് ഞാൻ ചേരില്ല, ശരിയാ. എന്നെ വിട്ടേക്ക്, ഞാൻ പൊക്കോളാം. ജയ് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചാലേ എനിക്ക് സമാധാനം കിട്ടൂ. എന്തിനാ ചെയ്ത തെറ്റ് മറയ്ക്കാനോ? ഞാൻ എന്താ ചെയ്തേ? ഒരു പെണ്ണിനെ സ്നേഹിച്ചു. ബട്ട് അതെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഒരാൾക്ക് ആപത്ത് വരുത്തിയിട്ടല്ല സ്നേഹിക്കേണ്ടത്. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇനിയും ഏത് രീതിയിലാണ് പറയണ്ടേ? നിന്നെ കൊണ്ടുപോയ ടൈമിൽ മറ്റാരോ ആണ് ഹരിയെ, ഞാനല്ല. എന്തേ പറയുന്നേ? ഞാനിതെവിടാ കിച്ചു? എന്താ ബോധം വീണോ? എങ്ങോട്ടാ പോകുന്നേ? ജയോടാ ചോദിച്ചത്. അത് ഞാൻ തന്നെ ബുദ്ധിമുട്ടിച്ചു. അതെ, ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് ഞാൻ പോവാ. സോറി, ഇനി ഞാൻ കൺമുൻപിൽ വരില്ല. ജയ് നിക്ക്. ജയ് ഒരു വട്ടമെങ്കിലും എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ആ ഏട്ടനെ അങ്ങനെയാക്കിയപ്പോ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? എങ്ങനെയായിരുന്നു ഞാൻ പ്രതികരിക്കേണ്ടിയിരുന്നത്? ഞാൻ ജയ്യോട് ഒരു വട്ടം മുഖം കറുപ്പിച്ച് സംസാരിച്ചപ്പോ ജയ്ക്ക് ഇത്രയും വിഷമമായെങ്കിൽ ഞാൻ അനുഭവിച്ച വിഷമം ജയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇങ്ങനെ കള്ളു കുടിച്ച് നശിക്കാനും മാത്രം എന്താ ഞാൻ, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണ്? നോ, നെവർ. നീ ഇനി ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ ഇനി പെണ്ണായിട്ട്. നിനക്കത് ഇഷ്ടമെങ്കിൽ വേണ്ട, നിന്റെ കൺവട്ടത്ത് പോലും വരാതെ ഞാൻ ഇരുന്നോളാം. ബട്ട് എന്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണുണ്ടാകില്ല. ജയ്, എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? കിച്ചു, കിച്ചു, ഐ ലവ് യു. കിച്ചു, എനിക്ക് നീ ഇല്ലാതെ ഒരു ജീവിതമില്ല. എല്ലാത്തിനും സോറി. എന്റെ സിറ്റുവേഷൻ അങ്ങനായിപ്പോയി. നിന്നെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു കിച്ചു. സോറി ഫോർ എവറിഥിങ്. ഓക്കെ ജെയിംസ്, ഞാൻ ഇറങ്ങുന്നു. നാളെ തന്നെ ഇതെല്ലാം ബോർഡർ പടുത്തണം. എന്താ അവിടെ ഒരു സൗണ്ട്? ജാക്ക്, ആരാണ്? പോയി നോക്ക്. ഹരികൃഷ്ണൻ, പോലീസ്. വീണ്ടും നീ ഞങ്ങളെ ചതിച്ചു അല്ലേടാ? ഒരുത്തനും അനങ്ങി പോകരുത്. താൻ എന്താണോ ഈ കാണിച്ചത്? ഇതിപ്പം മന്ത്രി നേരിട്ട് വിളിച്ച് പറഞ്ഞേക്കുക. ഡിസ്മിസിലായിരുന്നു പറഞ്ഞത്. ഞാനത് പണിഷ്മെന്റ് ട്രാൻസ്ഫറിൽ ഒതുക്കിയതാ. സാർ, എന്തിനാടോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? സാർ, ആ ബോക്സിൽ എന്താണെന്ന് സാറും കണ്ടയല്ലേ? ഒരു FIR എടുക്കേണ്ട താമസം മാത്രം ഈ എല്ലാത്തിനെയും അകത്താക്കാം. ഹരി, എവിടെയാ തെളിവ്? അയാൾക്ക് പൊളിറ്റിക്സിൽ നല്ല പിടിപാടുള്ളത് കൊണ്ട് ആ തെളിവുകളെല്ലാം നശിപ്പിച്ചു. ഇപ്പോൾ ഒരു തെളിവുമില്ല ഈ കേസിൽ. ഡു യു നോ ദാറ്റ്? നിരപരാധികളായ ബിസിനസ് പ്രൊഫഷണൽസിനെയാണ്
നീ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന പരാതി ഇപ്പോൾ. വാർത്ത എന്താ സാർ ഇത്? ഇത്രയും വ്യക്തമായിട്ട് തൊണ്ടി സഹിതം കൊണ്ടുവന്നിട്ടും തെളിവില്ലെന്നോ? നോ, എന്ത് ബ്ലണ്ടറാണ് സാർ ഈ പറയുന്നത്? ലുക്ക് ഹരി, എനിക്ക് മനസ്സിലാകും തന്റെ രോക്ഷം, ബട്ട് അക്സെപ്റ്റ് ദിസ്. അയാൾക്ക് മാൻ പവറും പൊളിറ്റിക്കൽ പവറും നന്നായിട്ടുണ്ട്. സോ വാട്ട് സാർ? ഈ രാജ്യത്ത് കത്തിവെപ്പിനും കള്ളക്കടത്തിനുമെതിരെ പ്രതികരിച്ചതിനെതിരെ കേസ് വരുന്ന രീതി, ഈ രീതിയാണ് മാറേണ്ടത്. ഇവന്മാരെ പോലുള്ള മാഫിയാസിന് കൊട പിടിച്ചു കൊടുക്കുന്ന പൊളിറ്റീഷ്യൻസ് ഉള്ളിടത്തോളം കാലം ഒരിക്കലും അവന്മാർക്ക് അർഹിക്കുന്ന പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യമായി. എനിക്കിങ്ങനെ തരം താണ് വീണ്ടും ഈ റീജിയനിൽ വർക്ക് ചെയ്യാൻ യാതൊരു ആഗ്രഹവുമില്ല. സോ ഐ ആം ടേക്കിംഗ് മൈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ വിത്ത് ഹോൾ ഹാർട്ടഡ്ലി. ഗുഡ് ബൈ സാർ. അശ്വിൻ, കിരൺ, എബി, ഇത് നമ്മുടെ ഈ സ്ക്വാഡിൻ്റെ ലാസ്റ്റ് മീറ്റിംഗ് ആണ്. സോ നമ്മൾ ഈ ഓപ്പറേഷനിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കുറ്റവാളികൾ എന്നും രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. എനിക്കിതിനൊക്കെ പാരിതോഷികമായി കിട്ടിയത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. എനിക്കിപ്പോൾ ഇത് അത്യാവശ്യമായിരുന്നു. ഞാനിത് ഇരു കൈ നീട്ടി സ്വീകരിക്കുക. കാരണം ഇനി ഇവിടെ നിന്ന് ഞാൻ നിയമം നോക്കാതെ എല്ലാത്തിനെയും കൊന്നു തള്ളിയേനെ. സോ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ മാറി നിന്നേ പറ്റൂ. എൻ്റെ ട്രാൻസ്ഫർ എങ്ങോട്ടാണെന്ന് ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഗുഡ് ബൈ ഗൈസ്, ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ എവറി സപ്പോർട്ട് ആൻഡ് യുവർ എഫോർട്ട്. ഗുഡ് ബൈ. ഹരി സാർ,